മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയെന്ന് മനസ്സിലാക്കിയ വാമദേവൻ ആ സന്തോഷത്തിൻ്റെ പ്രതീകം എന്നോണം വീൽചെയറിൽ നിന്നും എണീറ്റ് പതിയെ നടക്കാൻ തുടങ്ങി. കാരണം ഇനി കണ്ണനോടൊപ്പം പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കുറേ നേട്ടങ്ങളുണ്ടാകും. മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ ഈ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിച്ചു കളയണമെന്ന് തീരുമാനിക്കുകയാണ് ശത്രുക്കൾ ഒന്നടങ്കം. കാരണം അന്യൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാത്ത കണ്ണൻ എല്ലാം ക്ഷമിച്ച് അനന്തവും ലേഖയുടെയും ഉപദേശപ്രകാരം വീണ്ടും മഹാലക്ഷ്മിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമോ എന്നുള്ളൊരു പേടി ഉണ്ണിക്കും ദുർഗയ്ക്കും അതുപോലെ ശത്രുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ സന്തോഷ വാർത്തകളൊന്നും നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും അതുപോലെ തന്നെ കരുണയെ അറിഞ്ഞിട്ടില്ല. കാരണം ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഈ വിവരങ്ങളൊന്നും ഞാൻ കരുണമോളെ വിളിച്ചറിയിക്കാത്തത് നീ തന്നെ നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ സന്തോഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോവാ. കുറേ നാളുകൊണ്ട് അവൾ ആകെ വിഷമിച്ച് നിൽക്കുമല്ലായിരുന്നു. അതിന് തന്നെയാണമ്മ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് പോകുന്നു. അത് കരുണാലയം വീട്ടിൽ വെച്ചല്ല, പുറത്ത് വെച്ച് മീറ്റ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് പോകുന്നത്. ഉണ്ണി കാണുമ്പം ചീറിപ്പായുന്ന ദേഷ്യത്തിൽ നിൽക്കുന്ന കരുണയാണെങ്കിൽ ഉണ്ണി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് അതിശയിച്ച് നിൽക്കുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയുമായി ബന്ധമുള്ള എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായല്ലോ, വല്ലതും പറയാനുണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നീ ഒന്ന് സമാധാനപ്പെടുക കരുണേ. ഞാൻ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. എന്താ ഇത്ര വലിയ സന്തോഷമുള്ള കാര്യം? കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന നിൻ്റെ ചേച്ചി ഒഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ഒഴിച്ചു വിട്ടു എന്ന് പറയുന്നതായിരിക്കും സത്യം. അത് കേട്ട് കരുണ ആകെ ഷോക്കാകുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? നീ അടുത്ത നാടകം കൊണ്ട് വന്നെയാണോ? വിവാഹ വാർഷിക ദിവസം മാല ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതുപോലെ ഒരു നാടകവും ഇല്ല. നിനക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ മേഘേട്ടനെയോ ഒക്കെ വിളിച്ച് തിരക്കാമല്ലോ. ഭൂമി ഇടിഞ്ഞ് താഴ്ന്നാലും അയാൾ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ അയാളുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെയാണ് ഞാനും ഇന്ന് വരെ കരുതിയിരുന്നത്. പക്ഷേ വിശ്വാസവഞ്ചന കുട്ടിക്കാലം മുതലേ കണ്ണേട്ടൻ പൊറുക്കാറില്ല. അത്ര വലിയ വിശ്വാസവഞ്ചനയല്ലേ നിൻ്റെ ചേച്ചി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ കാണിച്ചത്? എന്ത് കാണിച്ചെന്നായി പറയുന്നത്? നിൻ്റെ ചേച്ചി ഇപ്പോൾ 2 മാസം പ്രഗ്നൻ്റോ? ആരുടെ കുഞ്ഞ്? അത് ആരുടെ കുഞ്ഞാണെന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ണേട്ടനോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്തായാലും മഹാലക്ഷ്മി ഏട്ടത്തി കണ്ണേട്ടൻ്റെ ജീവിതം തകർത്തു. സത്യമാണോ ഉണ്ണിയേട്ടാ? എന്താ ശരിക്കും സംഭവിച്ചേ? അങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് 3 ട്രിപ്പ് പോയി വന്ന മഹാലക്ഷ്മിക്ക് ചെറിയ മനം പുരട്ടലും ഛർദിലും മൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം അമ്മയാ ഈ കാര്യം കണ്ടുപിടിച്ചത്. പക്ഷേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ അമ്മ ആ സംശയം സീമന്തിനി അമ്മായിയെ വിളിച്ചു പറഞ്ഞപ്പം അമ്മായിയാണ് ഒരു സിദ്ധിയായ അമ്മയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ആ അമ്മ വന്ന് മഹാലക്ഷ്മി ഏട്ടത്തിയെ പരിശോധിച്ച് നോക്കിയപ്പം അവരും അത് തന്നെ പറഞ്ഞതിൻ്റെ പേര് ഉറപ്പുവരുത്താൻ വേണ്ടി അമ്മ സ്റ്റെപ്പിൽ ഗ്രീസ് പുരട്ടി. അതിൽ വന്ന് ചവിട്ടിയ മഹാലക്ഷ്മി ആണെങ്കിൽ തലയിടിച്ച് താഴെ വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോഴല്ലേ ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത്. അവൾ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന്. ഈ കാലത്ത് കുട്ടികളുണ്ടാകാൻ പല മാർഗ്ഗങ്ങളുണ്ട്. വീൽചെയറിലിരിക്കുന്ന ഭർത്താവാണെങ്കിലും അവരുടെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പല മാർഗ്ഗങ്ങളില്ലേ എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നു, ഞാനും ആദ്യം അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. കണ്ണേട്ടനും കൂടി അറിഞ്ഞിട്ടാണോ അവർ പ്രഗ്നൻ്റ് ആയെന്ന്. പക്ഷേ അല്ല കരുണേ, നീ വിചാരിക്കുന്നത് പോലെയല്ല. കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പം കണ്ണേട്ടൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് കേട്ടിരുന്നത്. നിൻ്റെ ചേച്ചി കമലേശ്വരം തറവാട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം മുതൽ ഞങ്ങൾ പറയുന്നതൊന്നും കണ്ണേട്ടൻ അത്രയ്ക്ക് വിശ്വാസം പോരല്ലോ. അതുകൊണ്ട് ഡോക്ടറിനോട് നേരിട്ട് കയറി സംസാരിച്ച് കണ്ണേട്ടൻ ആ സത്യം ഉറപ്പുവരുത്തി. അതിനുശേഷം മഹാലക്ഷ്മി ഏട്ടത്തിയെ ഹോസ്പിറ്റലിൽ തനിയെ ആക്കിയതിന് ശേഷം ഞങ്ങളെയും കൂട്ടി കമലേശ്വരം തറവാട്ടിലേക്ക് വന്നു. ഇനി അങ്ങനെ ഒരു ഭാര്യ തനിക്ക് വേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ട് കരുണ തുള്ളിച്ചാടുന്ന സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയും പിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നേക്കാമെന്ന് നീ പറഞ്ഞിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ ഇന്ന് വന്നേന്ന് പറയുമ്പോൾ കരുണ സന്തോഷത്തോടെ പറയുന്നു, എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്ന് അച്ഛനെയും മുത്തശ്ശിയെയും ഈ സന്തോഷ വാർത്ത അറിയിക്കാം. അവരും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ. അവൾ മഹാറാണി പോലെയല്ലേ കമലേശ്വരൻ തറവാട്ടിൽ വന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അവളെ അയാൾ തന്നെ പുറത്താക്കിയെന്നുള്ള കാര്യം അവരും കൂടി അറിയട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശിയോടും പ്രതാപനോടും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം ക്ഷേത്രത്തിൽ പോയി വരുന്ന മോഹിനിയോട് മുത്തശ്ശിയാണെങ്കിൽ ആ കലിയെല്ലാം തീർക്കുന്നുണ്ട്. എന്നാലും നിൻ്റെ മോൾ അപാര സാധനമാടി. ഞങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നിൻ്റെ മോൾ ഇത്രയും പെട്ടെന്ന് വേലി ചാടുമെന്ന് ഞാൻ കരുതിയില്ല. ആരോരുമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിൻ്റെ മോളെ ശുശ്രൂഷിക്കാൻ നീ പോകുന്നില്ലേ? എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ്
മോഹിനിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്ന സമയത്ത് കരുണ വന്ന് ചോദിക്കുന്നു, മോളൊരു കാര്യം അമ്മയോട് പറഞ്ഞില്ലേ? ആ, പറയില്ല, എനിക്കറിയാം. അവളിപ്പം ഹോസ്പിറ്റലിൽ കിടക്കുക, 2 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. കണ്ണേട്ടൻ എന്തായാലും അവളെ ഉപേക്ഷിച്ചു. ഞങ്ങൾ പറയുന്നതൊന്നും അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. മോളെ തന്നെ വിളിച്ച് തിരക്ക്, അവളായിട്ടെല്ലാം തുറന്നു പറഞ്ഞോളും. അത് കേട്ട് മോഹിനി അമ്മയാണെങ്കിൽ വന്ന് മഹാലക്ഷ്മിയെ വിളിക്കുന്നു. മുത്തശ്ശിയും കരുണമോളുടെ അച്ഛനും കരുണയൊക്കെ എന്തൊക്കെയോ പറയുന്നു മോളെ. കണ്ണൻ മോളെ ഉപേക്ഷിച്ചെന്നോ ഹോസ്പിറ്റലിലായെന്നൊക്കെ. എന്താ മോളെ, എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നു, വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായമ്മ. ദുർഗ സ്റ്റെപ്പിൽ ഗ്രീസ് പുരട്ടിയ കാര്യവും അങ്ങനെ നിലത്ത് തലയിടിച്ച് വീണ എന്നെ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അല്ലെങ്കിലും അവർക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം. കണ്ണേട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുള്ളതെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതുപോലെ ജനിക്കാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനും അപകടമാകുമെന്ന് മനസ്സിലാക്കിയ കണ്ണേട്ടൻ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചെന്നും അതിൻ്റെ പേരിൽ ഞാനും കണ്ണേട്ടനും ഇപ്പം ബന്ധം ഉപേക്ഷിച്ച് നിൽക്കുന്നത് പോലെ പിരിഞ്ഞു നിൽക്കുവാണെന്നും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മി തുറന്നു പറയുന്നു. അതെല്ലാം കേട്ട് മോഹിനിയമ്മയ്ക്ക് ആദ്യം വിഷമമാകുന്നുണ്ടെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും അതുപോലെ ആയുസ്സിനും വേണ്ടിയിട്ട് എല്ലാം ക്ഷമിക്കാനും ശത്രുക്കളുടെ മുമ്പിൽ കണ്ണനും മഹാലക്ഷ്മിയും നടത്തുന്ന നാടകത്തിനൊപ്പം കൂട്ടുനിൽക്കാനും മോഹിനിയമ്മയും തീരുമാനിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം.